ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. IPOകൾ ഒന്നിനൊന്ന് പിറകായി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഓപ്പൺ ചെയ്ത, അതായത് സെപ്റ്റംബർ 16 ഓപ്പൺ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട IPO നോർത്തേൺ ആർക്കിൻ്റെ ആണ്. ഇതൊരു 15 വർഷം പ്രായമായിട്ടുള്ള ഒരു NBFC ആണ്. പ്രൊമോട്ടേഴ്സിനെ നിങ്ങൾ കാണാൻ പറ്റില്ല. ഒരു വിതൗട്ട് ഐഡൻറ്റിഫൈഡ് പ്രൊമോട്ടറായിട്ടുള്ള ഒരു കമ്പനിയാണ്. പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനിയാണ്. 3 ബിസിനസ്സുകളാണ് കമ്പനിയുടെ, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ 3 സെഗ്മെൻറ്റുകളാണുള്ളത്. ഒന്ന് സ്വാഭാവികമായിട്ടും ലെൻഡിങ് തന്നെയാണ്. അതിൽ ഏകദേശം 11,700 കോടി രൂപയുടെ ലെൻഡിങ് ആണ് ഈ കമ്പനി നടത്തിയിരിക്കുന്നത്. 31% CAGR ഗ്രോത്താണ് 2020 മുതൽ ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഹാഫ് ഓഫ് ദ ലെൻഡിങ് റീറ്റെയിൽ ലെൻഡിങ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള പകുതി ഹോൾസെയിൽ ലെൻഡിങ് ആണ്. 7 പ്രധാനപ്പെട്ട സെക്ടറുകളിലാണ് ഈ ഒരു NBFC കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. MSME, മൈക്രോ ഫിനാൻസ്, കൺസ്യൂമർ ക്രെഡിറ്റ്, അതുപോലെ തന്നെ വെഹിക്കിൾ ഫിനാൻസിങ്, അഫോർഡബിൾ ഹൗസിങ്, അഗ്രികൾച്ചറൽ, വെഹിക്കിൾ, അങ്ങനെ പല സെക്ടറുകളിലായിട്ടാണ് ഇവിടെ ലെൻഡിങ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഫണ്ട് മാനേജ്മെൻറ്റും ഈ കമ്പനി ചെയ്യുന്നുണ്ട്. അതിൽ 2,858 കോടി രൂപയുടെ ഡെറ്റ് ഫണ്ട്സാണ് നടത്തിയിരിക്കുന്നത്. PMS വഴിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പ്ലേസ്മെൻറ്റ് കമ്പനി നടത്തുന്നുണ്ട്. ടെക് എനേബിൾഡ് ക്രെഡിറ്റ് മാർക്കറ്റ് പ്ലേസുമായിട്ട് ഇതിൽ പല ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് പാർട്ട്നേഴ്സുമായിട്ട് ചേർന്നിട്ട് പ്ലേസ്മെൻറ്റ് നടത്തുന്നു. 11,750 കോടി രൂപയുടെ ക്രെഡിറ്റാണ് ഇവർ ഈ ഒരു സെഗ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. 2024 ഏകദേശം 33 കോടി മുതൽ 30 ബേസിസ് പോയിൻ്റ് ഫീ ഇൻകമായിട്ട് ഇവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ലെൻഡിങ് ആണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ഫിനാൻസിങ് മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു എന്ന് വേണം പറയാൻ. 15 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവർക്ക് ഈ ഒരു മേഖലയിലുള്ളത്. 777 കോടി രൂപയുടെ IPOയുമായിട്ടാണ് കമ്പനി വരുന്നത്. ഇതിൽ 500 കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ആണ്. ഇതിലുപയോഗിക്കാൻ പോകുന്നത് അവരുടെ പുതിയ ലെൻഡിങ് സിസ്റ്റവുമൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അതിൽ ഓൾറെഡി 18 to 23% CAGR ഗ്രോത്ത് ഉണ്ട്. RBI ഏകദേശം 15% ഗ്രോത്ത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ അവിടെ RBIയുടെ ലെവലിന് മുകളിലാണ് ഇവരുടെ ഗ്രോത്ത് റേറ്റ് എന്നുള്ളതാണ്. 277 കോടി രൂപ ഓഫർ ഫോർ സെയിലാണ്. പല പ്രൈവറ്റ് ഫിനാൻസിയേഴ്സും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ലെഫ്വോഗ്, 8 റോഡ്സ്, 361, ജപ്പാൻ SMBC, ദവ്ര ആക്ഷൻ, ഇവരൊക്കെ തന്നെ 69% ആയിട്ട് കമ്പനി ഹോൾഡ് ചെയ്യുന്നത് 55% കുറയും IPOയ്ക്ക് ശേഷം. അതായത് 69 നിന്നും 55% ഇവരുടെ ഹോൾഡിങ്സ് കുറക്കുന്നു എന്നർത്ഥം. 249 മുതൽ 263 രൂപ പെർ ഷെയറാണ് ഇവരുടെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. 4,243 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഈ കമ്പനിയിൽ 18% മാത്രമാണ് ഇപ്പോൾ ഡൈല്യൂട്ട് ചെയ്യുന്നത്. അതായത് 2 പബ്ലിക് ഇഷ്യൂ അറ്റംപ്റ്റ് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു ജൂലൈ 2021. പക്ഷേ സെബിയുടെ അപ്രൂവൽ ആ സമയത്ത് കിട്ടിയില്ല. അപ്പോൾ ഇത് സെക്കൻഡ് അറ്റംപ്റ്റ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. അതുതന്നെ 16 സെപ്റ്റംബർ മുതൽ 19 സെപ്റ്റംബർ 2024 വരെയാണ് ഈ ഒരു IPO ഓപ്പൺ ആവുന്നത്. 24th സെപ്റ്റംബറിലായിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്പനിയെക്കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടി. ഒരു NBFC കമ്പനിയാണ്. ഇതിൽ പല സെഗ്മെൻറ്റുകളിലായിട്ട് കമ്പനി വർക്ക് ചെയ്യുന്നു. പല പ്രധാനപ്പെട്ട എമർജിങ് സെക്ടറുകൾക്കും കമ്പനി ഫിനാൻസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. പ്രത്യേകിച്ചും ഫണ്ട് മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്, പ്ലേസ്മെൻറ്റ് സർവീസസ്, പ്ലേസ്മെൻറ്റ് സർവീസ് ഇൻ ദ സെൻസ് ടെക്നിക്കൽ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ലോഞ്ചിങ്ങും മറ്റു കാര്യങ്ങളൊക്കെയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കും അഡ്വൈസറി സർവീസുകൾക്കുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഞങ്ങൾ അഡ്വൈസറി സർവീസുകൾ ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മളുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ 2024 കമ്പനി ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് ഏകദേശം 67%, 986 കോടി രൂപയാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. 67% വർധനവാണ് തൊട്ട് മുന്നത്തെ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് ബോറോയിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 9.23%. ആവറേജ് കോസ്റ്റ് ഓഫ് ബോറോയിങ്സ് വെറും 68 ബേസിസ് പോയിൻ്റ് ഉയർച്ച മാത്രമാണ് 2022-ലും 2024 ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. റിപ്പോ റേറ്റ് ഏകദേശം 250 ബേസിസ് പോയിൻ്റ് ഉയർച്ച കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്രെഡിറ്റ് റേറ്റിംഗ് സ്ട്രെങ്തൻ ആയിട്ടുണ്ട്. കാരണം A+ നിന്നും AA- എന്നുള്ള രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. കമ്പനിയുടെ ഹൈ ആവറേജ് ഈൽഡ് എന്ന് പറയുന്നത് 16.7%. കാരണം
കൺസ്യൂമർ ലോൺസ് വളരെ കൂടുതലാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട്, മൈക്രോ ഫിനാൻസുകളെ സംബന്ധിച്ചിട്ടൊക്കെ. അതുകൊണ്ട് തന്നെ ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ വളരെ സ്ട്രോങ് ആണ്. 8.4% നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും അതുപോലെ തന്നെ ഏകദേശം 7.5% ഇവരുടെ പ്രോഫിറ്റ് മാർജിനായിട്ട് ഇവർക്ക് വരുന്നത്. ഇനി ഫീ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ കമ്പനി പ്ലേസ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫീ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 85 കോടി രൂപ എന്ന് പറയുന്നത് വളരെ വലിയ ഗ്രോത്ത് ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ്. കഴിഞ്ഞ 3 ഫിസിക്കലായിട്ട് ഏകദേശം 85 കോടി രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. ഇത് പ്ലേസ്മെൻറ്റ് വോളിയം നോക്കിക്കഴിഞ്ഞാൽ 7,330 കോടിയിൽ നിന്നും 11,760 കോടി രൂപയായിട്ട് 2024 വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെയും ഇവരുടെ ഫീ ഇൻകത്തിൽ വലിയ മാറ്റങ്ങളില്ല, 85 കോടി രൂപയിൽ തന്നെ തുടരുന്നു എന്നുള്ള ഒരു ചെറിയൊരു നെഗറ്റീവ് കൂടി ഇതും കൂടി നമ്മൾ വായിക്കണം. അതിന് അസറ്റ് ക്വാളിറ്റിയാണ്, പ്രത്യേകിച്ചും NBFCകളെയും ബാങ്കുകളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് എത്രമാത്രം അസറ്റ് ക്വാളിറ്റി ഈ സ്ഥാപനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട്, നോർത്തേൺ ആർക്കിനെ സംബന്ധിച്ചിട്ട് എന്താണ് ഹയസ്റ്റ് അസറ്റ് ക്വാളിറ്റി എന്ന് നമുക്ക് നോക്കാം. സ്വാഭാവികമായും ബാങ്കുകളെയും NBFCകളെയും അവരുടെ അസറ്റ് ക്വാളിറ്റി നോക്കുന്ന സമയത്ത് പ്രൊവിഷൻസ് വെച്ചിട്ടാണ് അവരുടെ NPA ക്വാളിറ്റി കുറക്കാറുള്ളത്. അപ്പോൾ ഇവരുടെ IPOയ്ക്ക് മുന്നോടിയായിട്ട് അസറ്റ് ക്ലീൻ ചെയ്യുന്ന പരിപാടി ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രൊവിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. പ്രൊവിഷൻസ് ഏകദേശം 3 ഇരട്ടിയായിട്ട് കമ്പനി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 122 കോടി രൂപയുടെ പ്രൊവിഷൻസാണ് 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനി വെച്ചിരിക്കുന്നത്. ഇത് NPA വെറും 0.08, അതായത് 8 പൈസ, 100 രൂപയിൽ 8 പൈസ മാത്രമാണ് കിട്ടാക്കടമായിട്ട് കമ്പനിക്ക് വരുന്നതെന്നുള്ളതാണ് മാർച്ച് 31, 2024 പ്രകാരമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് തന്നെയാണ്. പ്രത്യേകിച്ചും സൈസബിൾ പോർഷൻ ഓഫ് ഇവരുടെ ലോണുകൾ, വലിയ രീതിയിലുള്ള പോർഷൻസ് ഓഫ് ലോണും B2B ആയതുകൊണ്ട് തന്നെ, ബിസിനസ് ടു ബിസിനസ് ആയതുകൊണ്ട് തന്നെ വളരെ റിസ്കി ഏരിയ ആണിത്. എന്നിട്ട് കൂടി ഇവർക്ക് കിട്ടാക്കടം ഇത്രയും ചെറിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം കോവിഡിന് മുൻപ് പോലും 2019 കമ്പനിയുടെ നെറ്റ് NPA എന്ന് പറയുന്നത് 0.05% ആയിരുന്നു. ഇപ്പോൾ ഇത്രയും പ്രൊവിഷൻസ് വർദ്ധിപ്പിച്ചിട്ട് കൂടി 2024 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 30% വർധനമാണ് തൊട്ട് മുന്നത്തെ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. അതായത് 318 കോടി രൂപ. ഇത് ഏകദേശം ഒരു EPS ഒരു ഷെയറിന് മുകളിൽ കമ്പനി ഏൺ ചെയ്തിരിക്കുന്നത് 22 രൂപയാണ്. അപ്പോൾ ഏകദേശം ഒരു എക്സ്പെക്റ്റഡ് വാല്യൂഷൻ, ഒരു ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുന്നത് 200 രൂപയാണ്. ഇത് മാർച്ച് 31, 2024 വരെയുള്ള കണക്കാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.3x പ്രൈസ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ടു ഏർണിങ്സ് നോക്കുകയാണെങ്കിൽ 11x. ഇത് ഈ ഒരു സെഗ്മെൻറ്റിൽ, കാരണം ഈ NI മീൻസ് സ്മോൾ ആൻഡ് മൈക്രോ ഫിനാൻസിലൊക്കെ ലെൻഡിങ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഒരു മീൻസ് പ്രൈസ് ടു ഏർണിംഗ് മൾട്ടിപ്പിൾസ് ആയിട്ടാണ് കാണുന്നത്. 3% റിട്ടേൺ ഓൺ അസറ്റ്സ് വരുന്നത്. റീസണബിളി പ്രൈസ്ഡ് ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം മെജോറിറ്റി മൈക്രോ ഫിനാൻസ്, കൺസ്യൂമർ ലെൻഡിങ്, NBFCകളൊക്കെ തന്നെ ഇതിൽ കൂടുതലായിട്ടുള്ള പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസിലാണ് ഇപ്പോൾ തന്നെ ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഈ IPOയുടെ പ്രൈസ് ഫിക്സിങ് ഏകദേശം 263 രൂപ പെർ ഷെയർ എന്ന് പറയുന്നത് 22% കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് പ്രൈസിങ്ങിനേക്കാൾ കുറവിലാണ്. അതായത് 338 രൂപ പെർ ഷെയർ ആയിരുന്നു പ്രൈസ് ചെയ്തിരുന്നത്. ഇതിൽ 382 കോടി രൂപ ഇവർ അടുത്തായിട്ട് IFCയിൽ നിന്നും ഡൊമസ്റ്റിക് ഫിനാൻസിയായിട്ട് ഇവർ റേസ് ചെയ്തിരുന്നു 2024 ഏപ്രിൽ. പിന്നെ ചില ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സൊക്കെ ഈ കമ്പനിയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നു. അതിന് അവർക്ക് പറയാനുള്ളത് പുവർ റിട്ടേൺ തന്നെയാണ്. കാരണം 5 to 10% ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മാത്രമാണ് കഴിഞ്ഞ 5 മുതൽ 8 വർഷം വരെ കമ്പനി കൊടുത്തിരിക്കുന്നത്. സോ ഇത് കാണിക്കുന്നത് വരുന്ന സമയങ്ങളിൽ കമ്പനിക്ക് കൂടുതൽ പെർഫോം ചെയ്തിട്ട് അവർക്ക് തെളിവ്, അതായത് അവർക്ക് അത് തെളിയിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്നുള്ളതാണ്. പ്രീ IPO നോക്കിക്കഴിഞ്ഞാലും ഫ്രഷ് ഇഷ്യൂ പ്രൊസീഡ്സ് ഏകദേശം 900 കോടി രൂപയുടെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി വിസിബിലിറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രോത്ത് വിസിബിലിറ്റി നൽകുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രോത്ത്, അസറ്റ് ക്വാളിറ്റി, അതുപോലെ തന്നെ പ്രൈസിംഗ് ഒക്കെ നോക്കുന്ന സമയത്ത് അട്രാക്റ്റീവായിട്ട് തോന്നുന്നു. ഇതൊരു സ്കിപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു IPO ആണെന്ന് തോന്നുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് തന്നെയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ലിസ്റ്റിംഗ് ഗെയിനും മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ IPO റെസ്പോൺസുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക. ഇതൊരു ബിസിനസ് കൊടുത്തിരിക്കുന്ന ഒരു ലെവലിൽ മാത്രം ഇതിനെ വാല്യൂ ചെയ്ത് കാണിച്ചതാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു NBFC കമ്പനിയാണ്, അതിനെ ആ ഒരു രീതിയിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങളുടെ റിസർച്ച് ആൻഡ് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഹാവ് എ നൈസ് ഡേ, എൻജോയ് യുവർ സെൽഫ്. താങ്ക് യു.